ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മറവിൽ കോടികൾ പിരിച്ചതായി പരാതി. ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ കോട്ടപ്പുറത്ത് പണിത ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പേരിൽ കോടികൾ പിരിച്ചു മുക്കിയതായി പരാതി. 2012-17 കാലയളവിൽ അന്നത്തെ ഭദ്രാസന സെക്രട്ടറിയായിരുന്ന ഫിലിപ്പ് മാത്യു എന്ന റോയ് പാദ്രിയും ഭദ്രാസന മെത്രാൻ യൂഹാനോൻ മോർ തേവോദോറസും 4 കോടി എസ്റ്റിമേറ്റിൽ ആരംഭിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി 8 കോടിയിൽ പരം രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പിരിച്ചുവെന്നും നാളിതുവരെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ലെന്നും അതിനെ തുടർന്ന് ഭദ്രാസനത്തിലെ വിശ്വാസികൾ ചേർന്ന് മലങ്കര ഓർത്തഡോക്സ് നീതി സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കി സഭാധ്യക്ഷൻ മത്തായി മൂന്നാമന് പരാതി നൽകി യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോൾ അവർ പുനലൂർ സബ് കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തതായും പറയുകയാണ് ഈ ഭദ്രാസനത്തിൽപ്പെട്ട നീലേശ്വരം സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗമായ ജോൺ മാത്യു. ഇദ്ദേഹം മോൻസ് എന്ന സംഘടനയുടെ രക്ഷാധികാരി കൂടിയാണ്. ജോൺ മാത്യുവിന്റെ വാക്കുകൾ കേൾക്കുക. എന്റെ പേര് ജോൺ മാത്യു. ഞാൻ കൊട്ടാരക്കര നീലേശ്വരം സെന്റ് മേരീസ് ഇടവക അംഗമാണ്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി. ഞാൻ ഈ മോൻസ് എന്ന് പറഞ്ഞ സംഘടനയില്ലേ, അതിന്റെ രക്ഷാധികാരിയാ. എന്തുവാ സംഭവം? അവിടുത്തെ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത്? എന്താണ് യഥാർത്ഥത്തിലെ വിഷയം? ഇതാണ് കാരണം ഈ ഭദ്രാസനം 2010 നിലവിൽ വന്നിട്ട് അവിടെ ഭദ്രാസന അരമനയും ഷോപ്പിംഗ് കോംപ്ലക്സും ഓഫീസും എല്ലാം കൂടെ പണിഞ്ഞു. ഏത് ഭദ്രാസനം? കൊട്ടാരക്കര പുനലൂർ. അപ്പോ എന്നിട്ട് ഞങ്ങൾ കണക്ക് ചോദിച്ചു. 2017 പണി തീർന്നു കഴിഞ്ഞ് കണക്ക് ചോദിച്ചപ്പോൾ ആദ്യം 4 കോടിയിൽ എസ്റ്റിമേറ്റിൽ തുടങ്ങിയ പണി അവർ പറയുന്നത് 8 കോടിയായിരുന്നു വാക്കാൽ പറയുക, കണക്കില്ല. അങ്ങനെ ഞങ്ങൾ ബാവാ തിരുമേനിക്കെല്ലാം പരാതി കൊടുത്തു. ബാവാ തിരുമേനി കൊട്ടാരക്കര വന്നു. കൊട്ടാരക്കര വന്നിട്ട് ഇവരെ ഈ ചുമതലപ്പെട്ടവരെ വിളിച്ചിട്ട് പറഞ്ഞു 1 മാസത്തിനകം കണക്ക് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 1 മാസത്തിനകം കൊടുക്കാമെന്ന് അവർ പറഞ്ഞെങ്കിലും തന്നില്ല കണക്ക് അവതരിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കി. ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചപ്പം ദേവലോകത്ത് ഞങ്ങൾക്ക് മറുപടി വന്നു, ഞങ്ങൾക്ക് ഇതിലൊരു കാര്യമില്ല, അതാത് ഭദ്രാസനത്തിലെ നിർമ്മാണങ്ങളൊക്കെ അതാത് ഭദ്രാസനത്തിന്റെ ചുമതലയാണ്, ഞങ്ങൾക്ക് ഇത് പങ്കില്ല എന്നും പറഞ്ഞ് അവരങ്ങ് ഒഴിഞ്ഞു. നമ്മുടെ കോനാട്ടച്ചനാ അയച്ചത്, റീഷ് കോനാട്ടച്ചനാ മറുപടി അയച്ചത്. മറ്റൊരു അനങ്ങിയില്ല. ഒന്നാമത് ഞങ്ങളുടെ ഇവിടുത്തെ ഭദ്രാസനത്തിൽ തേവോദോറസ് തിരുമേനി ഇതിന്റെ ഈ നിർമ്മാണ കമ്മിറ്റി ചെയർമാനായിട്ടിരുന്ന അന്നത്തെ ഭദ്രാസന സെക്രട്ടറി ഫിലിപ്പ് മാത്യു അച്ഛനും മറുപടിയൊന്നും തന്നില്ല. അങ്ങനെ ഞങ്ങൾ പുനലൂർ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തു, പുനലൂർ സബ് കോടതിയിൽ. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇത് ഏത് വർഷമാണ് ഇവര് ഈ പണികൾ നടത്തിയത്? 2012, 2017, 5 കൊല്ലം. 5 കൊല്ലം കൊണ്ട് പണി നടത്തി. ഈ 17 ശേഷം ഇതുവരെ ഏതാണ്ട് 9 വർഷമായിട്ടും കണക്കുകളില്ല. കണക്കൊന്നുമില്ല. ഇതാരായിരുന്നു? അതിന്റെ ചുമതലക്കാരൊക്കെയായിരുന്നു? ഫാദർ ഫിലിപ്പ് മാത്യു എന്ന് പറയുന്ന അന്ന് ഭദ്രാസന സെക്രട്ടറിയാ പുള്ളി. 2012 ഫിലിപ്പ് മാത്യു എന്ന് പറയുന്ന കൊട്ടാരക്കര അന്ന് പടിഞ്ഞാറ് അമ്പലത്തുംകാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു DYSP ജോസാറുണ്ട്. ജോസാറിന്റെ ബ്രദറായ അദ്ദേഹം ഒരു ധനാഢ്യനാള്. പുള്ളിക്ക് ഒരുമാതിരി നമ്മൾ കണക്ക് ചോദിക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ വർത്തമാനങ്ങളൊക്കെ. പുള്ളി ആരും ഒന്നും ചെയ്യത്തില്ല. പുള്ളിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസ വെച്ചിട്ടാണോ ഇത് നിർമ്മാണം നടത്തിയേക്കുന്നത്, അതോ പിരിവുണ്ടായിരുന്നോ? പുള്ളി വിദേശത്ത് പോയി പിരിച്ചവര് കാശ് കൊടുത്തവര് ഞങ്ങളോട് പറഞ്ഞു. ഒരിടത്ത് ചെന്നപ്പോ ഒരാൾ പറഞ്ഞു 5000 ദിർഹം കൊടുക്കാന്ന് പറഞ്ഞു, ഒരു പ്രവാസി. അപ്പൊ പറഞ്ഞു അതില് ഒരു 3000 രസീത് തരാം, അവർ 2000 കാശായിട്ട് തരണമെന്ന് പറഞ്ഞു. 3000 ചെക്ക് തന്നാൽ മതി, ബാക്കി കാശായിട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2000 ഇയാളുടെ പോക്കറ്റ് വെക്കാനാ. അങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇവര് ഈ കമ്മിറ്റിയിലുള്ള മറ്റാൾക്കാരെ ഒന്നും ഇങ്ങനെ പങ്കെടുപ്പിച്ചില്ല. ഇതില് ഇയാൾ ഒറ്റയ്ക്കായി പോകുന്നു പിരിവിന്. അമേരിക്കയിലെല്ലാം പോയി ഇഷ്ടം പോലെ പിരിച്ചു, കോടികൾ പിരിച്ചു. അതിന്റെ എത്ര പിരിച്ചെന്ന്. എന്നിട്ട് അവിടെ ചെന്നപ്പം രസീത് കുറ്റി തീർന്നു എന്നും പറഞ്ഞ സ്വന്തം നിലയിൽ രസീത് കുറ്റി അടി. ആ രസീതിന്റെ ഒന്നും കുറ്റി ഇപ്പൊ ഇല്ല, ഒന്നും കാണാനില്ല, ഒരു കണക്കുമില്ല. പറയാ 8 കോടി ചെലവ് അങ്ങനെ തള്ളി വാങ്ങി. ഈ നമ്മുടെ സഭയിൽ പണ്ട് വരെ നടന്നുകൊണ്ടിരിക്കുന്നതായത്. അല്ല, ഈ പറയുമ്പോ എല്ലാം 34 കൊച്ചുപുസ്തകം അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് പറയും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം തോന്നിവാസമാണോ? അതെ. ആരും ചോദിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് തോന്നിയ പോലെ അങ്ങ് ചെയ്യുക, ഇഷ്ടം പോലെ കാശ് അടിച്ചു മാറ്റുക. ഇപ്പൊ ഞങ്ങള് കുറെ പേര് ചേർന്ന് ചോദിച്ചു. എനിക്ക് 68 വയസ്സുണ്ട് കേട്ടോ. എന്റെ നീലേശ്വരം പള്ളി എന്ന് പറയുന്നത് എന്റെ അപ്പച്ചൻ പണിഞ്ഞ പള്ളിയാ. പള്ളി പണിഞ്ഞിട്ട് സഭയ്ക്ക് എഴുതി കൊടുത്തതാ. ഞാനിപ്പോ കുറച്ച് നാളായിട്ട് പള്ളിയുടെ കാര്യങ്ങളിലൊന്നും ഞാൻ സഹകരിക്കാറില്ല. ഞാനൊരു വിഷയം ഉന്നയിച്ചു അവരോട്. ഞങ്ങളുടെ പള്ളിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അങ്ങ് 16 വീട്ടുകാരേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ് നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ശവക്കോട്ടയ്ക്ക്, സെമിത്തേരി. ഞാൻ പറഞ്ഞു ഈ സെമിത്തേരി ഓരോ വീട്ടുകാർക്കും, അപ്പം പാവങ്ങളാണെങ്കിലും എല്ലാവർക്കും കല്ലറ പണിയാണ് അവരുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ. ഞാൻ ഓരോരുത്തരും ഇങ്ങനെ കല്ലറ പണിയാൻ തുടങ്ങിയ ഇവിടെ ഇരിക്കുന്ന സ്ഥലം നമുക്കിനി പുതിയതായിട്ട് സ്ഥലം മേടിക്കാൻ കാശില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, കോമൺ ആയിട്ട് ഒരിടത്ത് സംസ്കരിക്കാം എല്ലാവരെയും. എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ചെയ്തിട്ട് അവരോരോ വീടുകളിൽ കൊണ്ടുവച്ചോട്ടെ, ഓർമ്മയ്ക്കുള്ള സാധനങ്ങൾ. ഈ ഇവിടെ എന്തിനാ കല്ലറ കെട്ടിയിടുന്നത്? അതിന് സ്ഥലമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ഞാനൊരു ഇത് അവതരിപ്പിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും കല്ലറ കെട്ടണം. ഇപ്പൊ ഈ കേസിന്റെ നിലവിലത്തെ അവസ്ഥ എന്താ? നിലവിലത്തെ അവസ്ഥ പുനലൂർ സബ് കോടതി കേസ് നടക്കുക.
പല അവരാദ്യം ഹാജരാവാതിരുന്നു, പിന്നെ അവർ വക്കീലിനെ വെച്ച്, വക്കീലാണ് ഇപ്പോൾ ഹാജരാകുന്നത് അവർക്ക് വേണ്ടി. അങ്ങനെ കേസ് സിവിൽ കേസാ. സിവിൽ കേസ് ആയതുകൊണ്ട് അത് ഇത്തിരി സമയം എടുക്കുമെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങൾ വിടാൻ തയ്യാറല്ല. ഇപ്പൊ ഇതിന്റെ പേര് എന്താ, നിങ്ങൾ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയോ? ആ ആക്ഷൻ കൗൺസിൽ ഒരു സംഘടന, മോൻസ് എന്നും പറഞ്ഞ സംഘടന ഉണ്ടാക്കി ഞങ്ങൾ. മോൻസോ, അതിന്റെ അബ്രിവേഷൻ എന്താ? മലങ്കര ഓർത്തഡോക്സ് നീതി സംരക്ഷണ സമിതി. ഞാൻ പറഞ്ഞേ, ഇത് നൂറ്റാണ്ടുകളായി ഇത്ര കള്ളത്തരങ്ങളും വ്യവഹാരങ്ങളും പാരമ്പര്യമായി നടത്തുന്ന ഇവരുടെ മുന്നിൽ നിങ്ങളെ പോലുള്ള വിശ്വാസി സമൂഹം കേസ് നടത്തിയാൽ വിജയിക്കുന്നുള്ള പ്രതീക്ഷ വല്ലതും ഉണ്ടോ? നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും. എന്ത് വില കൊടുത്ത് ഞങ്ങൾ ഈ കേസ് ആ കണക്ക് ഞങ്ങൾ പറയും. നിലവിലെ കാതോലിക്കയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്തോ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? പുള്ളി പറഞ്ഞ അതായത് ഭദ്രാസനങ്ങളുടെ നിർമ്മാണങ്ങളെല്ലാം അതായത് ഭദ്രാസനങ്ങളാണ് നടക്കുന്നത്, നമുക്ക് ഇതിലൊരു കാര്യമില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ റിപ്ലൈ തന്നു വക്കീൽ നോട്ടീസിന്. കോനട്ടച്ചനാ ബാബയ്ക്ക് വേണ്ടി മറുപടി വന്നു. പക്ഷെ നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല? ഇല്ല. പള്ളിക്കള്ളന്മാരെ പോക്കും. പിന്നെ ഈ പാതിരിയല്ല, പാതിരിയുടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ നിർമ്മാണ പരിപാടികളില്? അയാൾ ഒറ്റയ്ക്ക. അയാളും ഈ ബാബ ഇവിടുത്തെ ഭദ്രാസനാധ്യക്ഷൻ തേവോദോറോസ് തിരുമേനിയും കൂടെ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. വേറെ ആർക്കും ഒന്നും അറിയില്ല. 34 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. മെത്രാൻമാർ സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടാക്കി പണം തട്ടുന്നു, ഭദ്രാസനങ്ങളിൽ മരാമത്ത് പണികൾ നടത്തി കോടികൾ തട്ടുന്നു, ഇടവകളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വരെ വ്യാജപ്രമാണം ചമച്ച് തട്ടിയെടുക്കുക. ഇങ്ങനെയാണ് 34 കൊച്ചുപുസ്തക പ്രകാരം ഭരിക്കപ്പെടുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.